പ്രിയമുള്ള ഈ രാജ്യത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷണറും അതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകളും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഇലക്ഷനെ സംബന്ധിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഈ രാജ്യത്ത് വനിതയ്ക്ക് വേറൊരു സീറ്റ്, എസ്.സിക്ക് വേറൊരു സീറ്റ്, ജനറൽ വേറൊരു സീറ്റ്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു 10-30 വർഷം കഴിയുമ്പോൾ ഇവിടെ രാജ്യഭരണത്തിലേക്ക് വരാൻ കൂടുതൽ ടൈമൊന്നും വരില്ല. ഇത് ഇങ്ങനെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയിലായിക്കോട്ടെ 50 വാർഡുകൾ, 53 വാർഡ് അല്ലെങ്കിൽ 50 വാർഡുകളിൽ 27 ഒരു ലേഡീസിന് ആയിട്ട് വരുന്നു, എസ്.സിക്കായിട്ട് കുറച്ച് വരുന്നു. ഇതൊന്നും വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത്. ഇതുകൊണ്ടുണ്ടാവുന്ന ദോഷം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു വാർഡിൽ ഒരു പ്രവർത്തകൻ 5 കൊല്ലം അവിടെ അവൻ മത്സരിച്ച് വിജയിച്ചാൽ ആ സ്ഥാനാർത്ഥി അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധ്യതയില്ല. ആ വാർഡിൽ അവൻ്റെ വർക്കുകളും അവൻ്റെ പൊതുപ്രവർത്തനങ്ങളും കൂടുതൽ നിന്നാൽ ആ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും അയാൾ വാങ്ങിച്ചു കൊടുത്താൽ അടുത്ത പ്രാവശ്യം ആ വാർഡിൽ വരുന്നത് ചിലപ്പോൾ എസ്.സിയോ അല്ലെങ്കിൽ വനിതയോ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം എന്തായിരിക്കും, ചിത്രത്തിൽ തന്നെ ഉണ്ടാവില്ല. നമുക്കൊരു പൊതുപ്രവർത്തകനെ നഷ്ടപ്പെടും. പിന്നെ അപ്പുറത്തെ സീറ്റിൽ എവിടെയും അദ്ദേഹത്തിന് മത്സരിക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു പൊതുപ്രവർത്തനം ചെയ്യാം എന്നുള്ള രീതിയിൽ നിന്ന ഒരു സ്ഥാനത്ത് അദ്ദേഹത്തെ എത്തിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അദ്ദേഹം അടുത്തത് ഈ പറഞ്ഞത് അപൂർവങ്ങളെ ആളുകളെ കരുതുള്ളൂ. ഇത് നമ്മൾ എത്ര ചെയ്താൽ നമ്മൾ ജനങ്ങൾക്ക് ചെയ്യുന്നത് നല്ല കാര്യമാവട്ടെ എന്ന് കരുതി എല്ലാവരും ചെയ്യും. അത് സീറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് ആണ് ഇപ്പോഴത്തെ പൊതുപ്രവർത്തകരിൽ ഒരു 85-90% ആളുകളും. ഒരു 10-15% ആളുകളെ അല്ലെങ്കിൽ നമുക്ക് സ്ഥാനം ഇതൊന്നും വേണ്ട എന്ന് ജനങ്ങൾക്ക് പൊതുപ്രവർത്തനം ചെയ്യുക എന്നുള്ള രീതിയിൽ. പക്ഷേ ജനങ്ങൾക്ക് പൊതുപ്രവർത്തനം ചെയ്യണമെങ്കിൽ സ്ഥാനം അനിവാര്യമാണ്. ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ന ഇതിൻ്റെ ആളാണ് എന്ന് പറയുമ്പോൾ, ഇന്ന കൗൺസിലറാണ്, ഇന്ന ആളാണെന്ന് പറയുമ്പോഴാണ് അതിനൊരു പവർ. അപ്പോഴേ അതിന് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം എന്നുണ്ടെങ്കിൽ പദവി വേണം. അപ്പോൾ നമ്മൾ ആരും തന്നെ ആ വാർഡിൽ കാര്യമായിട്ട് കിട്ടുന്നത് ഇങ്ങനെ കൊടുക്കും, അല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്യില്ല. കാരണം അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടില്ല, അപ്പുറത്തെ സീറ്റോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിയമസഭയിലായാലും വരും. മറിച്ച് ലേഡീസിന് സീറ്റ് കൊടുക്കണ്ട എന്നല്ല നമ്മൾ പറയുന്നത്, എസ്.സിക്ക് സീറ്റ് കൊടുക്കണ്ട എന്നല്ല, ഇനി വേറെ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഒക്കെ ഓരോരോ പാർട്ടിക്ക് വിട്ടുകൊടുക്കുക. ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടിയിൽ ഒരു 4 വനിതയെങ്കിലും നിങ്ങൾ മത്സരിപ്പിക്കണം എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ പ്രശ്നം വരില്ല. ഇപ്പോൾ നിയമസഭ നോക്കുമ്പോൾ 140 മണ്ഡലങ്ങളിൽ ഒരു 4 വനിതക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു 5 വനിതക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു 10 വനിതക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ പാർട്ടി കൊടുക്കണം. ആ പാർട്ടി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് വരുന്നത് വെച്ചെങ്കിൽ ബാക്കി 130 ആളുകൾക്കും ബാക്കിയുള്ള സീറ്റുകളിലുണ്ട്.
ഏത് പാർട്ടിക്കാണെന്ന് വെച്ചാൽ ആ പാർട്ടി കൊടുക്കൽ നിർബന്ധമാണ് എന്ന് പറയുകയാണെങ്കിൽ തെറ്റില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കും വേണ്ടിയിട്ട് ആ ആളുകൾ ഇപ്പോൾ പണിയെടുക്കും അവിടെ ആ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇനി ലേഡീസാണ് പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10 ചിലപ്പോൾ 15, 20 കിട്ടും. ആ പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് ആ ആളുകളെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കാമെന്ന് പറയുകയാണെങ്കിൽ ആ പാർട്ടിയിൽ ലേഡീസ് വന്ന് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ ആ പാർട്ടി ആ ലേഡീസിനെ നിർത്തും. അതിൽ ഒരു തർക്കമില്ല. എസ്സിൻ്റെ ആളുകളാണ് നല്ല പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ അവരെ മത്സരിപ്പിക്കും. ഇപ്പോൾ എൻ്റെ പാർട്ടിയിലുണ്ട് കുറേ SC ആളുകൾ, അവർക്ക് നമ്മൾ സീറ്റ് കൊടുക്കലുണ്ട്. അവർ ഇങ്ങനെ ആയതുകൊണ്ടല്ല, നമുക്ക് ഇങ്ങനെയുള്ള ഇതിൽ അവിടെ കൊടുക്കണം, ഇത് അങ്ങനെ ആയതുകൊണ്ടല്ല, അല്ലാത്ത ജനറൽ സീറ്റിൽ തന്നെ എസ്സിനെ മത്സരിപ്പിച്ച ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മളെ പാർട്ടിയിൽ. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ പാർട്ടിക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇത് ജനാധിപത്യ രീതി കുറേ കാലം നീണ്ടു നിൽക്കും. ഇല്ലെങ്കിൽ ഒരു പൊതുരംഗത്തിലേക്ക് പുതു ആളുകൾ വരാൻ മടിക്കും. കാരണം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ മറ്റുള്ള നേതാക്കന്മാർ ശ്രമിക്കൂല. ഇങ്ങനെ വരുമ്പോൾ പൊതുപ്രവർത്തനത്തിന് ആൾ കിട്ടാത്തൊരു സ്ഥിതിഗതി വരും. അപ്പം അതുകൊണ്ട് ഉചിതമായൊരു തീരുമാനം എടുത്താൽ നന്നായിരിക്കുമെന്ന് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. ഓക്കെ.